നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമുക്കിത് ആഴ്ചയിൽ ഒരു ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനൊരു 3 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചേറെ തിരക്കായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയാവോ, നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ സ്കിന്നിൽ ചുളിവുകളൊക്കെ ഉണ്ടാവും. ആ ഒരു ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എൻ്റെ സ്കിന്നിൽ അങ്ങനെ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് ഒത്തിരി റിസൾട്ട് തന്നിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഇത് കണ്ടോ, ഇതൊരു പാല് രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ അടിപൊളി ഫേസ് പാക്ക്. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ 3 തവണ ചെയ്ത് കൊടുക്കുക. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറാണ്. നിങ്ങളുടെ വീട്ടിൽ ഏത് ചോറാണോ വേവിക്കുന്നത് ആ ഒരു വെന്ത ചോറെടുക്കുക. ചോറെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോറ് നമ്മുടെ സ്കിന്നിലെ സൺ ടാനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചപ്പാലാണ്. നമ്മൾ തിളപ്പിക്കാത്ത പാലൊഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു ചോറ് നികന്ന് കിട്ടുന്ന അത്രയും പാലൊഴിക്കുക. കാരണം ഈ ഒരു പാൽ ഒഴിച്ച് ആണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉഴുന്നുപൊടിയാണ്. ഞാനിത് ഉഴുന്ന് പൊടിച്ചെടുത്തതാണ്. നമ്മൾ സാധാരണ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്താൽ മതി, അല്ലാതെ വറുത്ത് പൊടിക്കൊന്നും വേണ്ട. അപ്പം ഞാൻ 1 സ്പൂൺ ഉഴുന്നുപൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പം ഞാൻ ഇനി ഇത് അരച്ചിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചതിലേക്ക് നമ്മൾ 1 സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ആഴ്ചയിൽ 3 തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അത്രയ്ക്ക് നല്ല റിസൾട്ടും കിട്ടും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഇടിഞ്ഞു തൂങ്ങാനായിട്ട് തുടങ്ങും. ആ ഒരു സ്കിന്നൊക്കെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഇത്. നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്തതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഇത് നമുക്കൊരു സ്മൂത്ത് പേസ്റ്റായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ അടിപൊളിയായിട്ടുണ്ട്. ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ട് തരുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.